നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ക്രിസ്പി ഫ്രൈഡ് ഫിംഗർ ടൈപ്പുള്ള പൊട്ടാറ്റോ ആണ്. ഇതിനായിട്ട് നമ്മൾ രണ്ട് ചെറിയ വലിപ്പത്തിലുള്ള പൊട്ടാറ്റോ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചു. അതിനായിട്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ കപ്പ് കോൺഫ്ലവർ, അതേ അളവിൽ തന്നെ മൈദ. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു, വൈറ്റ് പെപ്പർ ഇട്ട് കൊടുത്തു. ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഒരു നുള്ളു പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കേണ്ട, അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് പൊട്ടാറ്റോ വരും. അതുമല്ല ചൈനീസ് ബാറ്ററിൽ അല്പം ഷുഗറും ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടും. നമ്മളിതിൽ അജിനോമോട്ടോ ഇട്ട് കൊടുക്കുന്നില്ല. ഇതിൽ വേണമെങ്കിൽ അജിനോമോട്ടോ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഒരു നുള്ളു സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ മിക്സ് ചെയ്യാണ്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കി മാറ്റി വെച്ചു. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തു. അല്പം കോൺഫ്ലവറോട് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. പൊട്ടാറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലവറും മൈദയും മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചില്ലി പേസ്റ്റ് അതെല്ലാം ആഡ് ചെയ്ത് കുറച്ചും കൂടി ഒരു ഫുൾ ഫിനിഷിങ് അതിൽ തന്നെ കിട്ടാവുന്ന രീതിയിൽ ബാറ്റർ തയ്യാറാക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വരുന്ന ഓയിലിലേക്ക് നമ്മൾ ഓരോരോ പീസായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് പൊട്ടാറ്റോ. ഇങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് പൊട്ടാറ്റോ വരും. ഒരു ക്രഞ്ചി ആയിട്ട് അങ്ങനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റുക. 2 തവണയായിട്ടാണ് നമ്മൾ ഇത്രയും പൊട്ടാറ്റോ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ചൈനീസ് ഐറ്റംസ് തയ്യാറാക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനുള്ള സോസുകൾ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂണോളം ചില്ലി പേസ്റ്റ്, 1 ടേബിൾ സ്പൂണോളം സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലേക്ക് ആദ്യം തന്നെ നമ്മൾ കിസ്മിസ് അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള, ക്യാരറ്റ്, ക്യാപ്സിക്കം, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ക്യാബേജ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കളർഫുള്ളായിട്ട് എടുക്കാനാണ് നമ്മൾ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തത്. അതൊക്കെ ഓപ്ഷനിലാണ്. അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അവസാനം ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ജിഞ്ചറും ഗാർലിക്കും സോട്ട് ചെയ്യുകയാണെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതുകൂടി ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഓവറായിട്ട് സോട്ടാക്കുന്നില്ല, അല്പം സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മളിതിനെ സോട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിളെല്ലാം ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നു. നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യുന്നില്ല. ഈ സമയത്താണ് നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ടേസ്റ്റ് എല്ലാം ശരിക്കും വെജിറ്റബിളിലേക്കും പൊട്ടാറ്റോയിലേക്കും എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള സോസുകൾ: 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂണോളം ചില്ലി പേസ്റ്റ്, 1 ടേബിൾ സ്പൂണോളം സോയാ സോസ്. ഇത്രയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സോസുകൾ നമ്മുടെ ഈ ഒരു ഇതിലേക്ക്. പച്ചമുളകിൻ്റെ എരിവ് ഓൾറെഡി ഇതിനുണ്ട്. നമ്മൾ ഡ്രൈ ആയിട്ടാണ് അപ്പോൾ ചെയ്യുമ്പോഴും അല്പം വെള്ളം നമ്മൾ തളിച്ച് കൊടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ഫുള്ള് ടേസ്റ്റും ആ ഒരു ഇതിലേക്ക് വരും. ആ മസാലയെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ പൊട്ടാറ്റോയിലേക്ക് പിടിച്ച് കിട്ടും. നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ കിട്ടും. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്രിസ്പി പൊട്ടാറ്റോ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ഗാർണിഷിനായിട്ട് മല്ലിയില അല്പം ചോപ്പ് ചെയ്തിട്ട് കൊടുത്തു. ഇതെല്ലാം ഓപ്ഷനിലാണ്. നമുക്ക് മല്ലിയില ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഈ സമയത്ത് വേണമെങ്കിൽ അല്പം അജിനോമോട്ടോ കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം ഹണി കൂടി ഈ ഒരു ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ള് ഫിനിഷായി. ഇനി കുറച്ചൊരു നുള്ളു ഹണി കൂടി ഒഴിച്ച് കൊടുത്താലും കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന നല്ല അടിപൊളി ഐറ്റമായിട്ട് ഇത് മാറും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.